മണൽവാഹ മണലേ കിടന്ന് ഉരുണ്ട് നാശകോലാക്കി. ഇത് സൈസ് സാധനം കേട്ടോ, അടിപൊളി സാധനം നമ്മൾ അടുത്ത് പൊക്കിയിട്ടുണ്ട്. എടുക്കാൻ പൊങ്ങി വരും. കൂട്ടുകാരത് രണ്ടാമത്തെ കമ്പനിയും പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ 2 ചേട്ടന്മാർ മീനടിക്കുന്നുണ്ടായിരുന്നു. അടിച്ച് നമ്മൾ സഹായിച്ച് സാധനം കരയിൽ കയറ്റിയിട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളി വായനടി കയറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റ് സാധനം. ഹായ്, നമസ്കാരം. ഓൾക്കാ ഫിഷിംഗ് വ്ളോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ 3-4 ഫിഷിങ്ങൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് ചൂണ്ടപ്പൊക്കി പോയി, ഇടയ്ക്കൊന്ന് സിലോപ്പി അടിക്കാനൊക്കെ മാറി. ഇതേ വീണ്ടും നമ്മൾ വാഹ അടിക്കാൻ നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇതേ പാലത്തിന് മുകളിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ നമുക്ക് മീൻ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ കട്ടയ്ക്ക് കൂടെ കൊടുക്കോ, ചിലപ്പോൾ അടിപൊളി വീഡിയോ ആയിരിക്കും. കാണാൻ മിസ്സാക്കരുത്, ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ വീഡിയോയിലേക്ക് വാ. അപ്പോൾ മച്ചാന്മാരത് നമ്മൾ പാലത്തിലേക്ക് കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ 2 ചേട്ടന്മാരൊന്ന് സ്ലിംഗ് ഷോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഒരാൾ സ്ലിംഗ് ഷോട്ടിൽ മീനടിച്ച് നിർത്തിയേക്കുക, കയറ്റാനായിട്ട് പാടുപെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളൊന്ന് അടിച്ച് നോക്കാം. ഇത് അടിച്ച് കൊണ്ടില്ല, ഫസ്റ്റ് അടി മിസ്സാണ് കേട്ടോ. ആദ്യത്തെ അടി മിസ്സായിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ഷൂട്ടായിരുന്നു. നമുക്കൊരു ഉന്നവും കൂടെ കറക്റ്റ് ചെയ്യാലോ എന്നൊക്കെ ഓർത്ത് അടിക്കാൻ സഹായിച്ചത്. എന്തായാലും നമ്മൾ തുടങ്ങി വെച്ചതാണ്, അത് നമുക്ക് കയറ്റി കരയെ കൊടുക്കാം, അടിച്ചെടുക്കാം. എന്തായാലും കയറ്റി കൊടുക്കാം. അടിച്ചിട്ടാണ് മീൻ അടിച്ചാൽ കയറില്ല, അത് ഏറ്റവും പാട്. സ്റ്റാറുള്ള പൈസ അത് പ്രത്യേകം ചോദിക്കാണ്ടോ ആശാനോടുള്ളപ്പോൾ? നീ എന്തിനാ അങ്ങനെ ചോദിക്കണേ? എനിക്കൊരു അവസരം തന്നില്ല, അതുകൊണ്ടാണ്. ഓക്കേട്ടോ. അയ്യോ, ചേട്ടന് അപ്പുറത്തോടെ ചേട്ടൻ്റെ വണ്ടി ലൂസാക്കി, മുകളിൽ വരുമ്പോൾ ലൂസാക്കി. ഇതൊന്ന് കൊച്ചു കൊടുക്കുന്ന പൈസ എൻ്റെ ലോക്കാകത്താ അടിച്ച് കയറി. മുകളിൽ വരുമ്പോൾ ചേട്ടൻ്റെ വള്ളി ഒന്ന് ലൂസാക്കി വരും. എൻ്റെയൊന്നും പറയില്ല, വള്ളി പൊട്ടാണ്ട്. ചേട്ടന്മാർ നമ്മൾ വന്നപ്പോൾ ഒരു മീനടിച്ച് വെച്ചേക്കായിരുന്നു. നമുക്കൊരു ഉണ്ണവും പഠിക്കാം, ചേട്ടന്മാർ മീൻ കഥ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളൊന്ന് സഹായിച്ചിട്ടുണ്ട്. ചേട്ടാ, ഈ മീനൊന്നും എടുത്ത് കാണിച്ചാൽ കാണിക്കൊന്നും വേണ്ട. നമ്മളിവിടെ വന്നപ്പോൾ 2 ചേട്ടന്മാർ മീനടിക്കുന്നുണ്ടായിരുന്നു. അടിച്ച് നമ്മൾ സഹായിച്ച് സാധനം കരയിൽ കയറ്റിയിട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളി വായനടി കയറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റ് സാധനം. 2 kg ഉണ്ട് എന്തായാലും. അപ്പോൾ ഓക്കെ, ആ ചേട്ടന്മാർ ആ മീനെയും പിടിച്ചുകൊണ്ട് അപ്പം തന്നെ പോയി കേട്ടോ. പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പിന്നെ നമ്മളവിടെ മീനെ നോക്കി നിൽക്കാൻ തുടങ്ങി. ആ പോള കയറി അങ്ങനെ അടഞ്ഞു കിടക്കുക ഫുള്ളായിട്ട് മുകളിലേക്ക്. അത്രയും ഗ്യാപ്പ് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. അതിൻ്റെ ഇടയേക്കൂടെ വന്നമാരെ ഏറെടുക്കും. ഇതേ മീൻ വന്നു അടി ബാക്ക് കിട്ടിയിട്ടുണ്ട് മച്ചാന്മാരെ. തുളഞ്ഞു കയറി. അയ്യോ, അവൻ എന്നെ കാണിക്കണേ. തുറന്ന് അപ്പുറം കിടക്കണം, കീഴിപ്പോവും. അട്ടമറി പെട്ടെന്ന് അമ്പടി കൊടുത്തു ഒന്ന് പോയി കേട്ടായി. ഞാനൊരു ഡാട്ട് പറയും, പെട്ടെന്ന് പൊക്കിപ്പോ. കരയിൽ കയറിയിട്ടില്ല, ലോക്ക് ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് പൊക്കിപ്പിടിക്കുന്നത്. എൻ്റെ കയ്യിൽ മൊത്തം ചുറ്റിയേക്കോ. കുഴപ്പമില്ല, മീനെ പിടിച്ച് സന്തോഷം, ഹാപ്പിനെസ്. രാവിലെ തൊട്ട് തെണ്ടി തിരിഞ്ഞ് നടന്ന ടോർണമെന്റ് പഠിക്കാൻ പാകത്തിന് കിട്ടിയിട്ടോ. കരയെ കയറ്റി പോയി. നമുക്ക് അടുത്ത് നോക്കാം. ഒരെണ്ണം കയറി കിട്ടാനോ പാട്, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. കാണിച്ചു തരാട്ടോ, ഇതൊന്ന് സെറ്റായിക്കോട്ടെ കേട്ടോ. ഫ്രീയാണ്. എൻ്റെ ബാക്കി മാത്രം ഒന്ന് അയച്ചിട്ടേ.
നിന്റെ എന്റെ പൊന്നു ഷാനുവിൽ കയറിയൊക്കെ നോക്കി നിന്റെ ഞാൻ കണ്ടു. അതാ ഞാൻ പറഞ്ഞത്, പണി കിട്ടാനുള്ള സകല ചാൻസും കാണുന്നുണ്ട്. അടിച്ചോളാൻ പറഞ്ഞു. ആ കറക്റ്റ് സമയത്ത് മച്ചാമാര് 3 ഹെവി വാഹ ഒന്ന് പൊങ്ങിയിട്ടു. ഇതപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വാഹയുടെ സൈസ് വാഹയാണ്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. അയ്യോ, തലേ കൊണ്ട് നാട്ടു പോയി നോക്കണേ. ഇല്ലെന്ന് തലേ കൊണ്ടിട്ട് തെറിച്ചു പോയി. ഈ വാഹയുടെ തലയിൽ ഒന്നുമില്ല കൂട്ടുകാരെ, മൊത്തം പൊള്ളയാ. ഞാൻ ഒരു അടി വെച്ച് കൊടുത്തിട്ടേ വാഹയുടെ തലയിൽ പോയി കറക്റ്റ് ഡാട്ടിങ്ങനെ കൊണ്ടിട്ട് തെറിച്ചൊരു പോക്ക്. ഡാട്ട് കയറില്ല, വാഹയുടെ തലക്കടിച്ച ഇറച്ചിയില്ല തലയ്ക്കകത്ത്. അതുകൊണ്ട് കയറാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ നമുക്ക് 2-3 പ്രാവശ്യമായി അങ്ങനെ അബദ്ധം പറ്റണേ. അതുകൊണ്ട് ഇനി മേലിൽ ആര് വായക്കെട്ടടിച്ചാലും തലക്കെട്ടടിക്കരുത്, ഡാട്ട് കയറാൻ പാടാം. നോക്കട്ടോ. അപ്പോൾ കൂട്ടുകാരത് അപ്പുറത്ത് മീനൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ നേരെ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കേട്ടോ. നമുക്കിനി ഇവിടെ കുറച്ച് നേരം നോക്കാം, ഇവിടെ നിന്ന് വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഇവിടെ അത്യാവശ്യം കിടന്ന് മറിയുന്നുണ്ട്, പക്ഷെ ഭയങ്കര സ്പീഡാണ്. പെട്ടെന്ന് മുകളിലേക്ക് വരും, എയർ എടുക്കും, പെട്ടെന്ന് തന്നെ താഴത്തേക്ക്. ഒട്ടും ടൈം കിട്ടില്ല നമുക്ക് അടിക്കാൻ. ഇതേ മീനെ അടി ഓണത്തിനെ കണ്ടുള്ളൂ. എൻ്റെ വലിയ നട്ടീന്ന് പോയെ വെച്ചേരാം. ചാമ്പിക്കോ ചെറവറ ചാമ്പിക്കോ. അനക്കാണ്ട് പിടിക്കാന്ന് വെച്ചാൽ മീനോട് പറയണം, മീനേ അനങ്ങല്ലേ. ഇപ്പം അനക്കാണ്ട, ചാമ്പിക്കോ. എസ്കോട്ട് അറക്കുക. ജോവേഷ് മടിച്ചിക്കാണ്ട് അടിച്ചോളാം ജോവേഷ് അങ്ങോട്ട്. ഇല്ല, നീ അടിച്ചോ. അടിപ്പിക്കല്ലേ ഇട്ടോ, അടിക്കടാ ജോവേഷേ. നീ അടിച്ചോ, അവനെ നോക്കണേ എന്തിനാ നീ. ആ പോട്ടെ, കുഴപ്പമില്ല. അടുത്തോടെ ആ കയറി. ഒരടി ആരുടെയെങ്കിലും ഒന്ന് കൊണ്ട് കിട്ടിയാൽ സമാധാനവും. അത് ഒരാൾക്ക് പൊക്കാളേ ഉള്ളൂ. എൻ്റെ ലോക്ക് കയറി. എന്നാലും എൻ്റെ വള്ളി പൊട്ടുമെന്ന് എനിക്ക് ഡൗട്ട്. അതിനെന്നറിയോ, ആലപ്പുഴ പോയി സിലോപ്പി അടിച്ചില്ലായിരുന്നോ. അപ്പോൾ മച്ചാന്മാരത് രണ്ടാമത്തെ കേട്ടോ, വെള്ളത്തിൻ്റെ അടിയിൽ നിന്നാണ് ഞാൻ അടിച്ചെടുത്തത്. അടിയിലേക്ക് പോയ വഴിക്കാണ് കൊടുത്തോറം വിട്ടത്. എന്തായാലും ഇത് രണ്ടാമത്തെ കരയിൽ കയറിയിട്ടുണ്ട്. തീരെ മോശമൊന്നും ഇല്ലല്ലോ അല്ലെങ്കിലും. കലിപ്പ് മുടിഞ്ഞ കലിപ്പ്. ഇതിന് നിൻ്റെ പള്ളിയാണോ? ഒറ്റ മിനിറ്റ് കേട്ടോ, പള്ളി കെട്ടുകൂടി. ഞാൻ ഇതൊന്ന് അയച്ചെടുത്തിട്ട്. കെട്ടുകൂടിയോ? നീ കിടന്ന് മസിൽ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പെട്ടില്ലേ, പിന്നെ പിടയ്ക്കാണ്ട് വേറെ മാർഗമുണ്ടോ? അതെ, രണ്ടാമത്തെ കേട്ടോ, സൈസ് സാധനം അടിപൊളി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നോക്കാം. എൻ്റെ അമ്മേ, ഞാൻ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നപ്പോൾ അപ്പുറത്ത് നിന്ന് എന്തോ ഒച്ച കേട്ടിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കിയതാണ്. ജോഗേഷ് മീനടിക്കാൻ പോവാട്ടോ. അവരോട് മീനെ കണ്ടിട്ടുണ്ട്, അടിക്കാൻ പോവാ. അടിച്ച് കിട്ടി. കൊണ്ടുണ്ട്. ഓ ഗായ്സ്, അവൻ അടിയും കൊണ്ടിട്ട് നേരെ സൈഡിലുള്ള പഴയുടെ അടിയിലേക്ക് ഓടി കയറി കേട്ടോ. ഞാൻ ഓടിപ്പോയി പിടിച്ചിട്ട് വലിച്ചതിനെ പുറത്തേ അടിച്ചു. കുറേ പാഴയൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. പതുക്കെ നിർത്തി കൊടുത്തേ. വെള്ളിയിൽ ഒത്തിരി വിലം കൊടുക്കണ്ട. നോക്കട്ടെ. കയറുണ്ട്. പൊക്കുമല്ലേ? വള്ളി താഴത്തേക്ക് വിട്ടായി. വള്ളി താഴത്തേക്ക് തന്നെ ലൂസിലാ, താഴത്തേക്ക് തന്നെ വിട്ടോ. അടുത്ത സാധനം വന്നുണ്ട് മച്ചന്മാരെ. രക്ഷയില്ലാണ്ട് കയറി കിടക്കണേ. വള്ളിക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ പേടിക്കാനുള്ളൂ. ടിക്കാച്ച സാധനാട്ടാ. അവിടെ കിടടാ.
സൈസ് സാധനം പറഞ്ഞെ ജോബേഷ് മച്ചാൻ അടിച്ച് കരയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. പട്ടക്ക സാധനത്തിന്. അയ്യോ ഇതെന്നാ ജോബേഷ് ഇത്? എന്നാളിയാ സംഭവിച്ചേ? അല്ല ഞാൻ രക്ഷോട്ട് വരും അതാ, അല്ലെങ്കിൽ രണ്ടും കൂടെ രക്ഷോട്ടോ, ഞാൻ നോക്കിക്കോളാം. ഇതിപ്പോൾ ഹെവി സാധനമായിട്ട് ഓരോന്നിനെ അടിച്ച് കയറ്റേക്കണേ. സൈസ് സാധനം. ഡാറ്റേന്ന് ഊരിയോ പറഞ്ഞെടുത്താൽ മതി. എല്ലാം സഹിക്കാം, ഈ ഒരു അവസ്ഥ മാത്രമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇവനോട് ഞാൻ എത്ര ദിവസമായെന്ന് പറയണ ആ ഡാട്ട് കയറ്റണം. അന്നാ മൂന്ന് മീനടിച്ച് കയറേണ്ട മീനാ അത്. ആ താഴെ വെച്ചോ, അയച്ചുതരാം. താഴെ വെച്ചോ അത് അയച്ചിട്ടാണോ നിങ്ങൾ എന്നെ അയച്ചു? കുഴപ്പമില്ല. ആ എൻ്റെ കയ്യിൽ ഇതാ. ആ മണലേ കിടന്ന് ഉരുണ്ട് നാശ കോലാക്കി. ഇത് സൈസ് സാധനം കേട്ടോ, അടിപൊളി സാധനം നമ്മളടുത്ത് വെക്കുന്നുണ്ട്. മച്ചന്മാരത് വാഹേനെ കാണാൻ പറ ആൾ കൂടിയുണ്ട് കേട്ടോ. ഇന്ന് കോട്ടയം ശരിക്കും വിറപ്പിക്കില്ലെങ്കിൽ മൊത്തം ആൾക്കാരടുത്ത് നോക്കി മുറച്ച ആൾക്കാരാണ്. ഫുള്ള് വണ്ടി ചവറ് കണക്ക് വണ്ടി നോക്കി അപ്പടി കാണാൻ വന്നേക്കുന്ന ആൾക്കാരാണ്. വാഹ പിടിക്കാൻ വേണ്ടി നിരത്തിയിട്ടേക്കാം. ഇതേ കൂട്ടുകാരത് ജോബേഷ് എന്താ കണ്ടിട്ട് നമ്മളങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, പോയി നോക്കാം. ആഹാ ഉണ്ട്. ശ്രീകുട്ടാ അപ്പോൾ ഗായ്സ് ഇതേ അടുത്ത മീനെ നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. അവനൊന്ന് പിടിച്ച് നിർത്തി കൊടുക്കട്ടെ, എന്നിട്ട് വേണം ജോബേഷിനെ കൊണ്ട് അടിപ്പിക്കാൻ. അടിച്ച് വേണം നമുക്ക് കരയെ കയറ്റാം. എന്തായാലും പിടിച്ച് നിർത്തട്ടെ. അകത്ത് കയറി തുളഞ്ഞു നിൽക്കുക. ജോബേഷ് വേടാ, അടിക്കണ്ട, പൊക്കിക്കോ. ഈ വള്ളി ആ കെട്ടിൻ്റെ അപ്പുറത്തിട്ട് പിടിക്കണേ. ആ വടിയിട്ട് പിടിക്കുക. താങ്ക് യു. ഒന്ന് പിടിച്ചെത്തിയാൽ മതി, അതൊന്നും സെറ്റാകുകയും. അയ്യോ കെട്ട് ആയില്ല. ഗ്ലൗസൊക്കെ ഒരു ചുറ്റും, അത് ഏറ്റവും വലിയ പാട്. കൈ കഴിച്ചോ? പോകത്തൊന്നുമില്ല, തുളഞ്ഞപ്പുറം കിടക്കുക. പതുക്കെ ഉള്ളൂ, ധൈര്യമായിട്ടിരുന്നോളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത ഒരു വാഹനം കൂടെ അടിച്ചിട്ട് കയറ്റിക്കോ. ആ കയറ്റിക്കോട്ടെ. ഇയ്യാ പട്ടി കിടുക്കാച്ചി. ഒത്തിരി നാളായി ഒരു നീലവാഹം മയിൽവാഹനെ കിട്ടിയിട്ട്. പുള്ളി ആ തലയിലടി. അങ്ങനെ നമ്മളെ അടുത്തതിനെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. സെറ്റ് സാധനത്തിനോടെ കിട്ടിയിട്ടുണ്ട്. സെറ്റ് സാധനം ഏ നല്ല പുള്ളി വാഹ എന്ന് പറഞ്ഞാൽ അനങ്ങാണ്ടിരിക്കടാ. ഇഷ്ടപ്പെടല്ല പുള്ളിക്ക് വയറ്റത്ത് പിടിച്ചിട്ട്. ഇച്ചിരി പണിയുണ്ട്. കെട്ടുകൂടി റൈഡ് മൊത്തം കെട്ടുകൂടി. ക്യാമറ ഓഫ് ചെയ്യാണ്. നമുക്ക് അടുത്തതിൽ കാണാം. ഓക്കെ പോവും. കയറിയപ്പോഴുള്ളൂ തലയ്ക്ക്. കയറിയില്ല, അടിക്കേട്ടാ. വള്ളിയെ പിടിക്കല്. ആ കയറി. ഒറ്റടിക്ക് മറിഞ്ഞു വിടാവേ. എന്നാ സംഭവിച്ചതെന്ന് പറയാനും മനസ്സിലായില്ല. എൻ്റെ ഊരിൽ പോകാനുള്ള സകല ചാൻസും ഉണ്ട്. ചാവാൻ വേണ്ടിയാണ് അവനാ താഴേന്ന് കയറി വന്ന് ഇവിടം വരെ. ഒരു തുള്ളി കാണത്തില്ല. എൻ്റെ ഡാട്ട് കയറിയിട്ടുണ്ടെന്ന് സംശയം എനിക്ക്. കണ്ടോ എൻ്റെ പോയി. എൻ്റെ പറഞ്ഞു ഞാൻ പറയുമെന്ന് എനിക്കറിയാതെ എൻ്റെ ആ പറയും. ആ തലയിൽ അയ്യോ ആ എൻ്റെ പോന്നു. ഒന്ന് വെക്കം കൂടി. എവിടെ ഇതേ അടുത്ത ആള്. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തോട്ടെ, വൈൻഡപ്പ് ചെയ്യുക. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മുട്ട വെച്ചാൽ പൊരിഞ്ഞു കിട്ടും. അത്രയ്ക്കുള്ള വെയിലിൻ്റെ ചൂട് കാരണം നിൽക്കാൻ പറ്റില്ല. എന്തായാലും നമുക്കിത് 5 വാഹ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി വാഹകളാണ് കിട്ടിയേക്കണത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ? അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.